എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മാൻഡറ്ററി ഫീ സംബന്ധിച്ചുള്ള അറിയിപ്പും അലോട്ട്മെൻറ്റ് മെമ്മോ സംബന്ധിച്ചുള്ള അറിയിപ്പും എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, മാൻഡറ്ററി ഫീ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നും അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റ് അഡ്മിഷൻ വേണ്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുമോ? അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 11. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. അപ്പോൾ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിലെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മാൻഡറ്ററി ഫീ ആരൊക്കെയാണ് അടയ്ക്കേണ്ടത്? തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി സീറ്റ് ലഭിച്ചവർ മാൻഡറ്ററി ഫീ നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ മാറി ലഭിക്കുന്നവരോ അതേ സ്കൂളിൽ തന്നെ ലഭിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്താൽ മതിയാകും. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടൊരു സീറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ അലോട്ട്മെൻറ്റ് മെമ്മോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാം. അഡ്മിഷൻ വേണ്ടാത്തവർക്ക് റീഫണ്ട് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് നൽകി നോക്കൂ. നിങ്ങൾക്ക് റീഫണ്ട് സംബന്ധിച്ചുള്ളൊരു സർക്കുലർ ഇതിട്ടുണ്ട്. 100% റീഫണ്ട് ലഭിക്കുക, 90% റീഫണ്ടിൽ അത് 100% റീഫണ്ട് ലഭിക്കണമെങ്കിൽ ഇന്ന യോഗ്യതകളൊക്കെ വേണം. അതുപോലെ തന്നെ 90% റീഫണ്ട് ലഭിക്കണമെങ്കിൽ ഇന്ന യോഗ്യതകളൊക്കെ വേണം. റീഫണ്ട് പോളിസിയുടെ ഒരു PDF പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 11 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറി, ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. Bye.